ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്. ഈ അങ്ങനെ എന്താണ് എനിക്ക് പെണ്ണ് കേട്ടില്ല, ഇങ്ങനെ എക്സെൻട്രിക് ആയിട്ട്. ഡയറക്ടർ എൻ മോഹനൻ, വിനീത് ശ്രീനിവാസൻ കോംബോ വീണ്ടും ഒരുമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം അരവിന്ദന്റെ അതിഥികൾ പോലുള്ള ഹിറ്റ് സിനിമ ഉണ്ടാക്കിയ ഒരു ജോഡിയാണ് ഇവരുടെ എം മോഹനൻ വിനീത് ശ്രീനിവാസൻ ജോഡി. അപ്പോൾ അവരുടെ ഏറ്റവും പുതിയ സിനിമയാണ് ഒരു ജാതി ജാതകം. ഒരു ജാതി ജാതകത്തിന്റെ ഒരുപാട് ഇപ്പോൾ അതിനെക്കുറിച്ച് പോസിറ്റീവ്സും പറയുന്നുണ്ട്, നെഗറ്റീവ്സും പറയുന്നുണ്ട്. ഇതിനകത്ത് പോസിറ്റീവ്സ് എന്ന് പറയുന്നത് ഇതിന്റെ കോമഡി രംഗങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന രീതിയാണ്. ഇത് ഒരുപാട് സ്ലാപ്സ്റ്റിക് കോമഡികളാണ് ഈ സിനിമ. നമ്മൾ സാധാരണ എന്താ പറയുക, ഒരു കോമഡി സ്റ്റാർസോ അങ്ങനെയുള്ള നമ്മുടെ പ്രമുഖമായ റിയാലിറ്റി ഷോകളിൽ നമ്മൾ കണ്ടിരിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള സ്ലാപ്സ്റ്റിക് കോമഡികൾ. അവിടെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയിട്ട് കാര്യമില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കോമഡികൾ നമുക്ക് അങ്ങനെ കീറി മുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ റിഗ്രസീവായ തോട്ട്സ് ആണ് ആ കോമഡികൾ ഉണ്ടാകുന്നത്. പക്ഷെ ഈ സിനിമ എന്ന് പറയുന്നത് അതൊരു ഡാർക്ക് ഹ്യൂമറിന്റെ പശ്ചാത്തലത്തിലൂടെ പറഞ്ഞു പോകാനാണ് ശ്രമിക്കുന്നത്. അതായത് മുകുന്ദനുണ്ണി അസോസിയേറ്റ് അഡ്വക്കേറ്റ് ശരിക്കും അയാൾ ചെയ്യുന്നത്, നമ്മൾ ഹീറോ ആയിട്ട് ചെയ്യുന്നത്, ഹീറോ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണ് എന്ന ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു റിഗ്രസീവ് തോട്ടാണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് കുറെ ടേക്ക് അവേസ് ഉണ്ട്. നമ്മളിപ്പോ നായകന്റെ കൂടെ ഈ പറയുന്ന എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കണോ, അല്ല നായകൻ ചെയ്യുന്ന ചില ഈ കാര്യങ്ങൾ റിഗ്രസീവ് തോട്ടാക്കുന്നതിൽ റൈറ്റർ വിജയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഈ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ നമുക്കത് വളരെ കൃത്യമായിട്ട് ആ ക്യാരക്ടറിന്റെ ആർക്കിൽ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഈ സിനിമ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള വക്കീലന്മാരുണ്ട്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ രാകേഷ് മണ്ടോടി എഴുതിയ ഈ കഥയിൽ പല സീനുകളിലും നമ്മൾ ഇത് ഡാർക്ക് ഹ്യൂമർ നമ്മൾ ഓവർ ലിബർട്ടി ആയിട്ട് എടുത്തിട്ട് പിന്നെ ഇത്തരത്തിലുള്ള നോർമലൈസ് ചെയ്ത രംഗങ്ങളുണ്ടോ എന്ന് തോന്നുന്നെടുത്ത്, പക്ഷെ പല സീനുകളിലും ആ എന്താ പറയാ, അതൊരു ഡാർക്ക് ഹ്യൂമർ ആണ്. അവരൊരു റിഗ്രസീവ് തോട്ട്സ് പിന്തുടരുന്നവരാണ് വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ കുടുംബം എന്ന് കാണിക്കാനുള്ള സീനുകൾ ഉണ്ടെങ്കിലും ഈ തോട്ട്സ് ഉണ്ടാക്കി അത്ര ഇമ്പാക്റ്റിൽ ആ സീനുകൾ വർക്കൗട്ട് ആക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കാരണം ഈ ജയേഷിന്റെ ചില എക്സെൻട്രിക് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്. പോയി പറ, അങ്ങനെ എന്താണ് എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കുക, എനിക്ക് പെണ്ണ് കേട്ടില്ല, ഇങ്ങനെ എക്സെൻട്രിക് ആയിട്ടുള്ള സംഭവങ്ങളിലൂടെ വളരെ സ്ട്രോങ് ആയിട്ടാണ് പുള്ളി ഇതിനകത്ത് ഈ റിഗ്രസീവ് തോട്ട്സ് പാസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിലേക്ക് ഒരു ഡാർക്ക് ഹ്യൂമറിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാണ് ഈ തോട്ട്സ് അയാൾക്ക് പിന്നീട് ഒരു റീപ്രോസസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ തോട്ട്സ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന അതേ ഒരു ഇമ്പാക്റ്റിലാണോ ഈ അതിന്റെ ഒരു തേർഡ് ആക്ടിൽ വരുന്ന ഈ ക്യാരക്ടറിന്റെ പുനർചിന്തനങ്ങളും ഈ പോസിറ്റീവായിട്ട് ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി റൈറ്റർ എടുത്തെടുത്ത് ഈ ഇമ്പാക്ട് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ആ റിഗ്രസീവ് തോട്ട്സിനകത്ത് വളരെ നമുക്ക് കോമഡി നമുക്ക് പല രീതിയിൽ ഇങ്ങനത്തുള്ള ഷോകളിൽ നമുക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന കോമഡികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അത് ഈ കാലത്ത് നമ്മളത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോമഡി എന്ന് പറയുക. അതായത് കാസ്റ്റ്, മറ്റേ നിറം, ഉയരം, ശരീരപ്രകൃതം, ഇതൊക്കെ കൊണ്ട്. പക്ഷെ ഇതൊരു നാച്ചുറലായി നടക്കുന്ന ഒരു കൂട്ടുകെട്ടിന്റെ ഉള്ളിലും അല്ലെങ്കിൽ ഒരു ഫാമിലി ഇങ്ങനെയാണ് എന്ന് കാണിക്കുന്ന രീതിയിലായിട്ട് അവരുടെ ഒരു മനംമാറ്റത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം. അതാണ് കഥ ഉദ്ദേശിക്കുന്നതെങ്കിലും പക്ഷെ പല സമയത്തും ഈ മാറ്റം നമുക്ക് അത്ര ഇംപ്രസീവ് ആയിട്ടല്ല എന്ന് തോന്നി. കാരണം അത് വളരെ ലൈറ്റ് ആയിട്ടും കഥയുടെ മൊത്തത്തിലുള്ള ഒരു മൊമെന്റത്തെ ബാധിക്കുന്ന രീതിയിൽ അതേ ഒരു ഹ്യൂമർ ടച്ചിൽ അവതരിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി ആ പുനർചിന്തനം ആ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഈ സിനിമയ്ക്ക് കൊണ്ടുവരാൻ പല രംഗങ്ങളിലും സാധിച്ചിട്ടില്ല. പിന്നെ ആസ് എ ഹോൾ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല ലോഫ്റ്റർ ഉണ്ടാക്കുന്നുണ്ട്. എല്ലായിടത്തും ഇങ്ങനെയുള്ള എന്താ ഡബിൾ മീനിങ് ജോക്കുകൾ അങ്ങനെയുള്ള രീതിയിലല്ല. ഈ സിനിമ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വരും. പക്ഷെ അങ്ങനെയുള്ള ഒരു സിനിമ അല്ല ഇത്. ഇതൊരു എന്താ പറയുക, ഒരു ആന്റി ഹീറോ അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുടുംബത്തെ തന്നെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഡയറക്ടർക്ക് എഴുത്തുകാരന് ആ ലിബർട്ടി എടുക്കാം. ഒരേ ഒരു ഇതിനകത്തുള്ള ഒരു മിസ്മാച്ച് എന്ന് പറയുന്നത് ഇപ്പൊ കാതൽ എന്നുള്ള സിനിമകളൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള ഒരു തോട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് കൂടുതൽ ഓപ്പൺ ആയിട്ട് വെച്ച ഒരു സിനിമയാണ്. അപ്പൊ അത്തരം സിനിമകളുടെ എഫേർട്ടിനെ ഈ സിനിമ ഇല്ലാതാക്കുന്നുണ്ടോ എന്ന രീതിയിലും. പക്ഷെ അത് ഒരു സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻക്ലൂസീവ് തോട്ട്സിനകത്ത് ഇങ്ങനെയുള്ള ടീപ്പുകളെ നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ട് പരിഗണിക്കണം. നമ്മൾ എന്താ പറയാ, നമ്മുടെ ഈ ടു ജെൻഡർ അല്ലാതെയുള്ള ജെൻഡറുകളും പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോക്കുകളിലും നമ്മുടെ എന്താ പറയാ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് പെണ്ണ് കളിയാക്കുന്ന അത്തരത്തിലുള്ള രീതികളിലെ കളിയാക്കലുകളിലേക്കും കൂടി ഇവർ ഇൻക്ലൂസീവ് ആക്കണം. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഥ ബ്രോഡായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. പക്ഷെ
ഇതിനകത്ത് ആകെ വിയോജിപ്പുള്ള കാര്യം ഇതാണ്. കാരണം ഇമ്പാക്ട് ഫുൾ ആയിട്ട് നമുക്ക് ആദ്യ പകുതിയിലും അവസാനത്തെ ഒരു 2 ഭാഗങ്ങളിലും പകർന്നു തന്ന ആ ഒരു തോട്ട്സ്, അതിന്റെ ആ പുനർചിന്തനം അതേ ഒരു സ്ട്രെങ്ത്തിൽ നമുക്ക് പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം. ഇതൊരു തികച്ചും മോശം സിനിമയോ കംപ്ലീറ്റ് റിഗ്രസീവ് തോട്ടുള്ള സിനിമയോ അല്ല. ഈ സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, ഏതാണ് ശരി തെറ്റ് എന്ന് മനസ്സിലാക്കി എടുത്തിട്ട് നമ്മൾ സമൂഹത്തിൽ ഇടപെടുക. വിനീത് ശ്രീനിവാസന്റെ അപാരമായ ഒരു പെർഫോമൻസ് തന്നെ ഈ സിനിമ അകത്തുണ്ട്. കാരണം ആ ഒരു ഫ്രസ്ട്രേഷൻ 10-35 കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാത്ത അവരുടെ ഒരു ഫ്രസ്ട്രേഷനും ആ ഭാവങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് വിനീത് അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ സപ്പോർട്ടിങ് കാസ്റ്റ്, സുഹൃത്തുക്കളും ഫാമിലിയിലുള്ള എല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതൽ സമയം വിനീത് ശ്രീനിവാസന്റെ ഈ ഒരു ഫ്രസ്ട്രേഷൻ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു റോള് കംപ്ലീറ്റ് സെൻട്രിക് റോളിലാണ് വിനീത് ശ്രീനിവാസൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരുപാട് സ്ലാപ്സ്റ്റിക് കോമഡികളുടെ ഒരു പരമ്പരയാണ് ഈ സിനിമ. അപ്പൊ തിയേറ്ററിനകത്ത് ആൾക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിക്കാവുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. പക്ഷെ ആ പൊട്ടിച്ചിരി ഉണ്ടാക്കുന്ന നിമിഷങ്ങൾ ശരിക്കും നമ്മൾ എത്രത്തോളം നമ്മുടെ തോട്ട് കൊണ്ടാണ് ആ സിനിമ കണ്ട് ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഈ സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ആണ് ഉദ്ദേശിച്ചത്, മേക്കേഴ്സ് ഉദ്ദേശിച്ചത് ഇത് തന്നെയാണോ അല്ല ഇതിന്റെ ഓപ്പോസിറ്റ് ആയ പ്രോഗ്രസീവ് തോട്ട്സ് ആണോ എന്നുള്ളിടത്ത് ഈ സിനിമ ഒരു കൺഫ്യൂഷൻ സമ്മാനിക്കുന്നുണ്ട്. എന്നിട്ട് തന്നെ നിങ്ങൾ ഈ സിനിമ കാണുക. ഇത്തരത്തിലുള്ള പല തോട്ടുകൾക്ക് എന്തായാലും ഈ സിനിമ OTT-യിൽ ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ തിയേറ്ററിൽ കണ്ടിട്ട് പല റിവ്യൂവേഴ്സും പല രീതിയിലുള്ള അഭിപ്രായം പറയുന്നുണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായം താഴെ പങ്കുവെക്കുമല്ലോ.